വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബി.ജെ.പി. മിഷൻ 2026 ഒരുപാട് ആൾക്കാർ ഇത് നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബി.ജെ.പി. 2026 എത്ര നേടും, എന്ത് നേടും, ഇതൊന്നും പറയാൻ നമ്മളാണല്ല, ജനങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ ട്രംപിന്റെ എക്സിറ്റ് പോളിഞ്ഞു പോകുന്നു. പിന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന നമ്മുടെ പോളുകളും നമ്മുടെ ഓരോ കാര്യങ്ങളും. എന്തായാലും നമുക്കിതൊരു അനാലിസിസ് അല്ല, പക്ഷെ നമുക്ക് ഇവിടെ ഇത്ര നേടാൻ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാധ്യതകളുണ്ട്, പക്ഷെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന അനുസരിച്ച് ജനുവരി 24 മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തും. അദ്ദേഹത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിക്കാവുന്നതാണല്ലോ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ വാഗ്ദാനമല്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. അദ്ദേഹം നേരിട്ടെത്തും, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അദ്ദേഹം എത്തും, 24 മുമ്പ് എത്തുമെന്ന് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എത്തുമ്പോൾ മിഷൻ 2026 പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടെയാണ് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ജനുവരി 24 മുമ്പ് പ്രധാനമന്ത്രി എത്തും. പരിപാടി തയ്യാറാക്കാൻ ദേശീയ നേതൃത്വം സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 34 മണ്ഡലങ്ങളിലാണ് ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക വരാൻ പോകുന്നത്. കാരണം ഇതിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനകം നഗരവികസന രേഖ പ്രഖ്യാപിക്കാൻ അദ്ദേഹം എത്തുന്ന കൂട്ടത്തിലാണ് ഈ 34 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കൊണ്ടുപിടിച്ച ചർച്ചകളും ഇവിടെ നടക്കുന്നത്. മിഷൻ 2025 എന്ന പേരിൽ വികസിത കേരളം പദ്ധതി തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ അപ്പ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോ മോദി വന്നിട്ട് 2026 എന്തൊക്കെയാണ് സംഭവം എന്നാണ് ചെയ്യാനായിട്ട് പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനത്തിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടായി. 2020 16% വോട്ടുണ്ടായിരുന്നു, നമുക്ക് 14% കുറഞ്ഞു NDAക്ക്. എങ്കിലും കോർപ്പറേഷൻ ഭരണം പിടിച്ചു, അത് പോട്ടെ. 34 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. കരുത്ത് തെളിയിച്ചു എന്ന് വിലയിരുത്തലുണ്ട്. 34 മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും 9 മണ്ഡലങ്ങളിൽ 40,000 വോട്ടിന് മുകളിൽ പിടിച്ചു. അത് നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, ഏലത്തൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം, അരൂർ മണ്ഡലം. ഇത്രയും മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി. 40,000 വോട്ടിന് മുകളിൽ പിടിച്ചത്. അത് ചെറിയ കാര്യമല്ല. ഈ മുന്നേറ്റം ഇതിൽ തന്നെ 5 മണ്ഡലങ്ങളിൽ 45,000 വോട്ടിന് മുകളിൽ കടന്നു ബി.ജെ.പി. അതൊരു വലിയ സംഭവമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. കോവളം, വട്ടിയൂർക്കാവ്, പാറശാല, ചിറയൻകീഴ്, കൊട്ടാരക്കര, പുതുകാട്, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, നാട്ടിക, ഒറ്റപ്പാലം, പാലക്കാട്, മാവേലിക്കര എന്നീ 12 മണ്ഡലങ്ങളിൽ 35,000-നും 40,000-നും വോട്ടിനിടയിൽ നേടി ബി.ജെ.പി. 45,000 വോട്ട് കടന്നത് 5 മണ്ഡലം, 40,000 വോട്ട് കടന്നത് 9 മണ്ഡലം. ഈ 12 മണ്ഡലങ്ങളിൽ 35,000-നും 40,000-നും ഇടയിലാണ് വോട്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കുന്നത്തൂർ, ആറന്മുള, കരുനാഗപ്പള്ളി, കുണ്ടറ, ചേലക്കര, വടക്കാഞ്ചേരി, മണലൂർ, ഷൊർണൂർ, കുന്നമംഗലം, കോഴിക്കോട്, നോർത്ത് നെന്മാറ എന്നീ 13 മണ്ഡലങ്ങളിൽ 30,000-നും 35,000-നും ഇടയിലാണ് വോട്ട്. നേമത്തും വട്ടിയൂർക്കാവിലും ബി.ജെ.പി. ഒന്നാമതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്ക് മത്സരിക്കാനുള്ള സീറ്റുകൾ കൂടി ലക്ഷ്യമിട്ടാണ് ഇപ്പോ മിഷൻ 2026 രൂപീകൃതമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഏകദേശം ഒരു വിലയിരുത്തൽ എന്നുള്ള ഒരു കണക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ എന്താണ് തോന്നുന്നത്, ഇത്രയും ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ബി.ജെ.പി. പിടിക്കുന്ന സീറ്റുകൾ എത്രയെന്നൊന്നും ചോദിക്കുന്നില്ല, അതൊന്നും നമുക്ക് വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ല. നമുക്കെന്നല്ല, ആർക്കും ഒരു കൊടി കെട്ടിയ ആൾക്കും സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ശ്രീലേഖയാണ് ബി.ജെ.പിയുടെ മേയർ എന്ന് പല ആൾക്കാരും ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ട് കണ്ടല്ലോ. വേറെ ആരുടെ പേരും പരിഗണനയിലില്ല. മേയർ ആരാണെന്ന് വന്നപ്പോൾ ഞെട്ടിപ്പോയി എല്ലാവരും. പിന്നെ നമ്മുടെ റിപ്പോർട്ടർ ടിവിയിലെ മൊട്ട അരുൺകുമാർ ആധികാരികമായിട്ട് പറയണത് ഞങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഉച്ചയായപ്പോഴേക്കും മേയർ പ്രഖ്യാപനം വന്നപ്പം തേഞ്ഞ് പണ്ടാരം അടങ്ങി. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും മുതിരുന്നില്ല. നമ്മുടെ ഒരു സാധ്യതയാണ്. എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അനാലിസിസ് എടുക്കാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും ദേശീയ അന്തർദേശീയ വാർത്തകൾ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു ചാനൽ ആയതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നത്. നമ്മൾ പശ്ചിമ ബംഗാളിനെ കുറിച്ച് നിരന്തരം വാർത്തകൾ നൽകുന്നുണ്ട്. ശ്രീമാൻ നരേന്ദ്രമോദി ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ദില്ലിയിൽ അവരുടെ ആസ്ഥാനത്ത് നടന്ന ആഹ്ലാദ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ഗംഗ ഇനി ബംഗാളിലൂടെ ഒഴുകും, ഇനി ബംഗാളാണ് ലക്ഷ്യമെന്ന് തന്നെ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പാർലമെന്റിൽ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ബംഗാളാണെന്ന്. അതായത് ബി.ജെ.പിയുടെ സെൻട്രൽ കമ്മിറ്റി അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ഈ വരുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവർ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു നിയമസഭ പശ്ചിമ ബംഗാളാണ്. പിന്നെ സ്വാഭാവികമായി അവർ ഭരിക്കുന്ന ആസാം, മറ്റൊന്ന് തമിഴ്നാട്ടിൽ അവര് ഭരണം പിടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ADMK-യുമായിട്ടുള്ള അവരുടെ സഖ്യകക്ഷിയാണ്. പിന്നെ അത് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയിലും
തമിഴ് മാനില കോൺഗ്രസും BJP കൂടെ ചേർന്നുകൊണ്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. പിന്നുള്ളത് കേരളമാണ്. അതായത് ഇത്തവണത്തെ ലിസ്റ്റിൽ, കേന്ദ്ര ലിസ്റ്റിൽ കേരളമില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിന് അവർ 10 വർഷമാണ് ഇട്ടിരിക്കുന്ന ടാർഗറ്റ്. ഈ തെരഞ്ഞെടുപ്പല്ല, അതിനടുത്ത തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നിശ്ചയിക്കപ്പെടുന്ന ധനുഷ് പറഞ്ഞതുപോലെ 10-34 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഈ പറയുന്ന 2026 തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല അവര് ഇപ്പോൾ ഇലക്ഷന് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പകരം 2031 കൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം സെൻട്രലിൽ അവർ ഇത്തവണ മത്സരിപ്പിച്ചാൽ ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കും അടുത്ത 5 വർഷം ആ മണ്ഡലത്തിന്റെ ചാർജും, ഒപ്പം തന്നെ ആ മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാകണം. ആ 2030 തെരഞ്ഞെടുപ്പിലും ആ വ്യക്തി തന്നെ ആയിരിക്കും അവിടെ മത്സരിക്കുക. ഇത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജി ഇവര് BJP കേരളത്തിൽ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീ സുരേഷ് ഗോപി, തൃശ്ശൂര്. അദ്ദേഹം തോറ്റിട്ടും 5 കൊല്ലം അവിടെ നിരന്തരം പ്രവർത്തിക്കുകയും അവിടെ നിറഞ്ഞു നിൽക്കുകയും ചെയ്തതിന്റെ ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിറഞ്ഞു നിന്ന BJPയുടെ സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ ജയിച്ചു, ഏറെക്കുറെ എല്ലാം തന്നെ ജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒപ്പം തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ നേമത്ത് മത്സരിക്കുന്ന വ്യക്തി 5 കൊല്ലം അവിടെ തന്നെ തോറ്റു കഴിഞ്ഞാലും പ്രവർത്തിക്കണം എന്നുള്ള ഒരു സംഭവമല്ലേ പറയുന്നത്? അതെ 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 അതെ. പക്ഷെ ഞാനൊരു കാര്യം, എനിക്ക് ചെറിയൊരു സംശയം. അതായത് ഞാൻ ഇതിനെപ്പറ്റി കഴിഞ്ഞ 5 കൊല്ലമായിട്ട് BJPയുടെ പല നേതാക്കളുമായിട്ട് ഞാൻ പേഴ്സണലി സംസാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് വന്ന് മത്സരിക്കാൻ നിൽക്കുന്നു, അങ്ങനെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മത്സരിച്ച് നിങ്ങൾ അവിടെ നിന്ന് ജയമോ തോൽവിയോ എന്തുണ്ടായി കഴിഞ്ഞാലും അടുത്ത 5 കൊല്ലം കൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രവർത്തിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ, എല്ലാവരും റാൻഡമായിട്ട് പറഞ്ഞൊരു മറുപടി, ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങളുടെ ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നത്. ഇവിടെ വന്ന് മത്സരിച്ചാൽ മാത്രം പോലെ 5 കൊല്ലം ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ഒരു വീടെടുക്കണം, അതിനൊരു സർട്ടൺ എക്സ്പെൻസ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ജോലി അവിടെ പോയിരിക്കും, നമ്മുടെ നിത്യവൃത്തി അവിടെ പോയിരിക്കും, വേറെ വരുമാനമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള പല എന്താ പറയുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ടു ബി ഫ്രാങ്ക് നമുക്ക് തുറന്നു തന്നെ സംസാരിക്കാം. അപ്പം അതിനുള്ളൊരു സപ്പോർട്ട് ഇതിനകത്ത് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഈ BJP എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് കിട്ടുന്നില്ല, കുറവാണ്. കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ കുറവാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി ആയിരുന്നാൽ തന്നെയും അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് 5 കൊല്ലം വീണ്ടും അദ്ദേഹം അവിടെ വീടെടുത്ത് കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്, അദ്ദേഹത്തിന്റെ വരുമാനം നമുക്കറിയാലോ. അദ്ദേഹം സിനിമാ നടനാണ്. ആ സിനിമാ മേഖലയിൽ നിന്നുള്ള വരുമാനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പെൻസ് എല്ലാം അദ്ദേഹം തന്നെയാണ് കയ്യിൽ നിന്ന് വെച്ചത്. അങ്ങനെയാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഇല്ലേ? അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇത് പ്രാക്ടിക്കാലിറ്റി നമ്മൾ വിലയിരുത്തണ്ടേ? ഉണ്ട്, പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. അതായത് ഇതിനകത്ത് ഈ പറയുന്ന 34 അല്ലെങ്കിൽ 35 സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന ഇവരുടെ സ്റ്റേറ്റ് വൈസ് ലീഡർമാരാണ്. ഇവര് ഫുൾ ടൈമറാണ്, ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉള്ളവരാണ് ഇവര്. ഇവർക്ക് ഓൾറെഡി തന്നെ ഓരോ മണ്ഡലത്തിലും പോയി പ്രവർത്തിക്കാനുള്ള ബത്തയും TA DA വാഹനം ഇതെല്ലാം തന്നെ പാർട്ടി നൽകുന്നതാണ്, ഓൾറെഡി നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇപ്പം ഈ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഓരോ നേതാക്കന്മാർക്കും ഓരോ നിയമസഭാ മണ്ഡലങ്ങളും ഓരോ പാർലമെന്റ് മണ്ഡലങ്ങളും നൽകിയിട്ടുണ്ട്. അവര് അവിടെ തമ്പടിച്ച് തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രനൊക്കെ ആലപ്പുഴ തന്നെ തമ്പടിച്ച് ആലപ്പുഴയിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ, അതായത് ആലപ്പുഴ ജില്ലയിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും അവർ വളരെ സജീവമായി ഇടപെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ ചില മെമ്പർമാരൊക്കെ ബോർഡ് മെമ്പർമാരുമാണ്. ഓയിൽ കോർപ്പറേഷന്റെ ബോർഡ് മെമ്പർമാരാണ്, റബ്ബർ ബോർഡിന്റെ ഉണ്ട്, മറ്റേ നാളികേര വികസന ബോർഡിന്റെ ഉണ്ട്. ഇത് അവർക്കൊരു ഇൻകം കൂടിയാണ് ഈ സാധനം. ഒപ്പം തന്നെ പാർട്ടി തന്നെയാണ് ഇവർക്ക് അലവൻസ് കൊടുക്കുന്നത്, യാത്രാ ബത്തയും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തങ്ങാൻ പറ്റും. ഇപ്പം നമ്മുടെ സംഘത്തിന്റെ ആയാലും ഇല്ലെങ്കിൽ BJPയുടെ ആയാലും ഒക്കെ തിരുവനന്തപുരത്തുള്ള ഒരു നേതാവിന്, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്ന അഡ്വക്കേറ്റ് S സുരേഷിനായിരുന്നു മുൻപ് ആലപ്പുഴയുടെ ചാർജ്. അദ്ദേഹം മിക്കവാറും ആലപ്പുഴയിലായിരുന്നു. പാർട്ടി ഓഫീസ് ഇപ്പൊ BJPയുടെ പാർട്ടി ഓഫീസൊക്കെ പഴയ ഓഫീസൊന്നും അല്ല, സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടാണ്, ഒരു സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റികളാണ് ഇപ്പൊ മിക്കവാറും എല്ലാ ജില്ലയുടെ ഈ ഹെഡ് ഓഫീസിൽ പോലും ഉള്ളത്. അപ്പം അവിടെ തങ്ങിയില്ലെങ്കിൽ പോലും ഇപ്പൊ ശോഭാ സുരേന്ദ്രനൊക്കെ കായംകുളത്ത് വീടെടുത്താണ് തങ്ങുന്നത്, താമസിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അവർക്കുണ്ട്. അതായത് 140 മണ്ഡലങ്ങളുമല്ല ഇത്. ഇതിനോടൊപ്പം തന്നെ അവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഒരു മണ്ഡലത്തിൽ 2-3 പേരെ കൂടി, മണ്ഡലത്തിലുള്ള 2-3 പേരെ കൂടി ഇത്തരത്തിൽ പ്രവർത്തിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവരും. കാരണം ഇതിനകത്തൊരു വലിയ വിഷയമുണ്ട്. ഇപ്പൊ അടുത്ത 5 കൊല്ലത്തേക്ക് ഒരാളെ നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ കയ്യിലല്ലോ ഈ ജീവനും ജീവിതവും ഒന്നും ഇരിക്കുന്നത്. നാളെ എന്തെങ്കിലും സംഭവിക്കുക ആ വ്യക്തിക്ക്, അപ്പൊ അടുത്ത ആളെ നമ്മൾ തപ്പണ്ടേ? അതുകൊണ്ട് 3 പേരെ കൂടി നോമിനേറ്റ് ചെയ്യും. അതായത് ഒരു വ്യക്തി അതിനോട് താരതമ്യം ചെയ്യുന്ന 2-3 പേരെ കൂടി മണ്ഡലത്തിൽ സജീവമാക്കി നിലനിർത്തും.
അതായത് കുറഞ്ഞത് അതായത് BJP കേരളത്തിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, ഞാൻ മുൻപ് പല ചർച്ചകളിലും പറയാറുണ്ട്, 140 മണ്ഡലങ്ങളുണ്ട്. BJPയുടെ പബ്ലിക്കിന് അറിയാവുന്ന എത്ര നേതാക്കളുണ്ട്? ഏറിപ്പോയാൽ 30 പേര് കാണും. പബ്ലിക് ഫിഗറുകളായിട്ടുള്ള ജനത്തിന് പരിചയമുള്ള സ്ഥാനാർത്ഥികൾ. പടം അടിച്ചു വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റണ്ടേ ശോഭാ സുരേന്ദ്രനാണ് MD രമേശ് ആണെന്നുള്ളത്? വല്ലവരുടെ ഇപ്പൊ നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നില്ലേ, ആരെങ്കിലും മുഖം കണ്ട് പരിചയമുണ്ടോ? ചിഹ്നം താമര ആയതുകൊണ്ട് മാത്രം താമരയ്ക്ക് കുത്തുന്നവരാണ് അനവധി പേരും. അതല്ലാതെ ഇതാരാണ്, എന്താണ്, എവിടുത്തുകാരനാണ്, എങ്ങനെയുള്ളവനാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പൊ എന്താണ്, ജനകീയമാകണം നേതാക്കന്മാര്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് നോക്കൂ, അവർക്ക് ഓരോ നിയമസഭാ മണ്ഡലത്തിലും അനവധി മുഖങ്ങളുണ്ട്. അവർക്ക് ഇടിയാണ് ഒരു സീറ്റിന് വേണ്ടി. ഇടതുപക്ഷത്തേക്ക് നോക്കൂ, ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയും ഓരോ മണ്ഡലത്തിലും ഇവരൊക്കെ സ്ഥാനാർത്ഥിയാകുമെന്ന്. എന്തുകൊണ്ട് നമുക്ക് കണ്ണടച്ച് 140 മണ്ഡലങ്ങളിലും പറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ 140 മണ്ഡലങ്ങളിലും അവർക്ക് സ്ഥാനാർത്ഥികളാക്കാൻ പറ്റിയ അനവധി നേതാക്കളുണ്ട്. BJPയിലേക്ക് വരുമ്പോൾ 140 മണ്ഡലങ്ങളിലും നമുക്ക് അനവധി സ്ഥാനാർത്ഥികളുടെ പേര് പറയാനില്ല. BJPയുടെ ഏത് പ്രവർത്തനത്തിനടുത്തും കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കെ സുരേന്ദ്രന്റെയും MD രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും അങ്ങനെ വളരെ കുറച്ചു പേരുടെ പേരുകൾ മാത്രമേ അന്നും ഇന്നും എന്നും പറയാനുള്ളൂ. ഇതിന് മാറ്റം വരണം. ഓരോ മണ്ഡലത്തിലും ഒന്നിലധികം നേതാക്കന്മാർ ഉയർന്നു വരണമെങ്കിൽ പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്യുകയും പാർട്ടി അവരെ നിരന്തരം ചെറുതും വലുതുമായ അനവധി കാര്യങ്ങളിൽ, സാമൂഹികപരമായ കാര്യങ്ങൾ ഇടപെടുത്തുകയും കുറഞ്ഞ പക്ഷം ഫോൺ എടുക്കാനെങ്കിലും പരിശീലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ അവർക്ക് പ്രിപ്പയർ ആകും. അല്ലാതെ ഈ സമയത്ത് പോയിട്ട് വിളിച്ചോണ്ട് വന്ന് സ്ഥാനാർത്ഥിയുടെ കുപ്പായം കൊടുത്ത് ഫോട്ടോ എടുത്ത് നിർത്തി കഴിഞ്ഞാൽ ജയിക്കില്ല. കാരണം അവരത് പ്രൂവ് ചെയ്യിച്ചിട്ടുണ്ട്. ഈ സുരേഷ് ഗോപി 2019 മുതൽ അവിടെ കിടന്ന് അധ്വാനിച്ചതിന്റെ ഫലമാണ് നേടാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് 2 തവണ BJP പ്രതിപക്ഷമായിരുന്നു. രണ്ടാമനെ ഒന്നാമനാകൂ, അല്ലാതെ മോളിൽ നിന്ന് വരുന്നവൻ ഒന്നാമനായ ചരിത്രമില്ല. അതായത് എന്നും രണ്ടാമന് ഒന്നാമനാകാൻ വേണ്ടി ശ്രമിക്കാൻ കഴിയൂ. അതല്ലാതെ പുറത്തു നിന്ന് ഒരുത്തിന് വന്നിട്ട് ഒന്നാമനാകുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ വലിയ മാസ്മരിക കഴിവൊക്കെ വേണം. നരേന്ദ്രമോദി പോലും അദ്ദേഹത്തിന്റെ വാരണാസി മണ്ഡലങ്ങളിൽ അനവധി വട്ടമാണ് പ്രചരണം നടത്തുന്നത്. വാഹന റാലി നടത്താറുണ്ട്, മറ്റു പ്രചരണങ്ങൾ നടത്താറുണ്ട്. എന്താ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ വോട്ട് പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമുള്ള വ്യക്തിയല്ല. പക്ഷെ വോട്ട് പിടിക്കണം. കാരണം എതിരാളിയെ കുറഞ്ഞു കാണാൻ പറ്റത്തില്ല. നരേന്ദ്രമോദി ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെണ്ണുമ്പോൾ പിന്നിലായിരുന്നു. അതാരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? തെരഞ്ഞെടുപ്പിന്റെ ഫ്ലാഷ് ഇനി പറഞ്ഞപ്പോ നരേന്ദ്രമോദി പിന്നിൽ എന്ന് പറഞ്ഞ് വന്നില്ലേ? അതാണ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ നമ്മൾ ഭൂരിപക്ഷം കുറഞ്ഞു. നമ്മൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റണമെങ്കിൽ നമ്മൾ നിരന്തരം അവിടെ പ്രവർത്തിക്കുകയും അതിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ചാനലിൽ പോയി ബൈറ്റ് കൊടുത്തോണ്ടോ, ചാനൽ ചർച്ചയിൽ പോയി ചർച്ച നടത്തിയോണ്ടോ, ഫേസ്ബുക്കിൽ ആരെങ്കിലും കൊണ്ട് എഴുതി PR വർക്ക് ഇട്ടിട്ട് 10-15 ലൈക്ക് മേടിക്കുന്നു. ഫോട്ടോ ഇട്ടാൽ ലൈക്ക് കിട്ടും, വോട്ട് കിട്ടത്തില്ല. വോട്ട് കിട്ടണമെങ്കിൽ നമ്മളുമായിട്ടൊക്കെ തന്നെയുള്ള വ്യക്തിപരമായ ബന്ധം തന്നെ വേണം. നമ്മളുമായിട്ട് അടുപ്പം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അത് കിട്ടൂ. എന്നാൽ മാത്രമേ അത് പോകൂ. നല്ലത് ചെയ്താൽ അവർക്ക് പിന്നിൽ അണിനിരക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന കാര്യം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ധനുഷ്, അതാണ് ബേസ്. ഈ വോട്ട് ബാങ്ക് നമ്മൾ പറയത്തില്ലേ, ആ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കപ്പെടുന്നതും ആ വോട്ട് ബാങ്ക് സ്ഥിരമായി നിൽക്കുന്നതും ആ ബേസ്മെന്റ് എന്ന് പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പാർലമെന്റ് നമ്മൾ കൂട്ടണ്ട. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ BJPയുടെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവർക്ക് ഏതാണ്ട് 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 40,000-നും 45,000-നും ഇടയ്ക്കും 45,000-ന് മുകളിലും വോട്ട് നേടിയിട്ടുണ്ട്. അതായത് ഇവർ ആഞ്ഞ് പരിശ്രമിച്ചാൽ ഇവർക്ക് ഒരു 10-12 ഇടങ്ങളിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ ഇവർക്ക് നടത്താൻ കഴിയും. ഒപ്പം തന്നെ നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40,000 വോട്ട് ഒരു 20-22 മണ്ഡലങ്ങളിലേക്ക് ഇവർക്ക് നന്നായി ഉയർത്താനും കഴിയും. ആലപ്പുഴ മണ്ഡലത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അവർ കായംകുളത്ത് വീട് എടുത്തിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ കായംകുളത്തേക്കാൾ കുറച്ചുകൂടെ അവർക്ക് ആപ്റ്റായിട്ടുള്ളത് ആലപ്പുഴയിലെ അരൂർ നിയമസഭാ മണ്ഡലമാണെന്ന് എനിക്ക് തോന്നുന്നു. അരൂര് BJP BDJS നിന്നപ്പോൾ പോലും വലിയ രീതിയിൽ വോട്ട് പിടിച്ചിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴയിലെ അരൂര്. അവിടെ ഇത്തവണ 45,000 വോട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത്. കായംകുളത്തിന് അത്രയും കിട്ടിയിട്ടില്ല. അപ്പം അത്രയും ഒരു ഇതുണ്ട്. അത് മാത്രമല്ല, ശോഭാ സുരേന്ദ്രന് വലിയ രീതിയിൽ തന്നെ അക്സെപ്റ്റൻസ് ഉള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. അത് ഈഴവ വോട്ടർമാർ ഒരു വലിയ വിഭാഗം ആ രീതി കാണുന്നുണ്ട്. കാരണം ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരനായതുകൊണ്ടാണ് ഇത് കൃത്യമായി തന്നെ പറയുന്നത്. ഈ പ്രത്യേകിച്ച് അരൂരൊക്കെ ഈ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ ഒരു തരംഗം അല്ലെങ്കിൽ ഒരു ഓളം സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കായംകുളത്ത്, എന്റെ ഒരു നിഗമനം, വ്യക്തിപരമായ കാര്യമാണ്, കായംകുളത്തേക്കാൾ കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള സ്ഥലം അരൂരായിരിക്കാം. അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. എങ്കിൽ പോലും അങ്ങനെയുള്ള അനവധി മേഖലകളുണ്ട്. അപ്പൊ ആ മേഖലകൾ ഈ BJPയുടെ സ്ഥാനാർത്ഥികൾ തോറ്റുപോകാനുള്ള കാരണം വെച്ചാൽ ആ സമയത്ത് ഓടി വന്ന് ഫോട്ടോ ഇട്ടുകൊണ്ടോ ഇല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടോ ഒന്നും വോട്ട് കിട്ടില്ല. നിരന്തരം ആ മണ്ഡലവുമായി ശ്രമിക്കണം.
ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഈ ഫോണിന്റെ കാര്യം തമാശയായിട്ടല്ല പറഞ്ഞത്. അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. ഈ ആധുനിക കാലത്തെ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ കാര്യം തന്നെയാണ്. ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ പഠിക്കണം, ഇല്ലെങ്കിൽ ഈ പണി നിർത്തി വീട്ടിൽ പോയിരിക്കണം. കാരണം ഒരു സാധാരണപ്പെട്ടവൻ, ഇപ്പൊ ഞാനായാലും ഇല്ലെങ്കിൽ സാധാരണപ്പെട്ടവനായാലും അവന്റെ ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു നേതാവിനെ വിളിക്കും, സ്വാഭാവികമാണ്. കാരണം പൊതുപ്രവർത്തകരുടെ ജോലിയാണത് ഫോൺ എടുക്കുക എന്നുള്ളത്. അതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടും. ആ ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു ഉറച്ച വോട്ട് ബാങ്കാണ്. ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വോട്ട് ബാങ്കാണെന്ന് അറിയണം. അങ്ങനെ നോക്കുമ്പോൾ ഈ BJPയുടെ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം 15%. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ മൂന്നാമത്തെ ഒറ്റ പാർട്ടി BJP ആണ്, ലീഗ് അല്ല. പക്ഷെ ലീഗിന് സീറ്റ് കൂടുതലുണ്ട്, BJPക്ക് സീറ്റ് കുറവാണുള്ളത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, BJPക്ക് വോട്ടിംഗ് ശതമാനം കൂടുമ്പോഴും ജയിച്ച് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എവിടെയാണ് ഈ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണ് ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം സംഭവിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP പാലക്കാടായാലും മറ്റ് ഇടങ്ങളിലായാലും നമ്മുടെ K. സുരേന്ദ്രനൊക്കെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോഴൊക്കെ നിസ്സാര വോട്ടിനെ തോറ്റത്. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുമ്പോൾ അടപടലം മാറ്റി ചെയ്യുന്നതിനല്ല ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത്. കൃത്യമായ കണക്കൂട്ടലിലൂടെ കുറച്ച് വോട്ടുകൾ മാറ്റി ചെയ്യുന്നതിനെയാണ്. അതിനെ അതിജീവിക്കാൻ BJP പഠിക്കണം. അതിനെ അതിജീവിക്കാൻ BJP പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ വോട്ട് ബാങ്കുകളെ സ്ഥിരമായി നിലനിർത്തുകയും ആ വോട്ടുകളൊക്കെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിക്കുകയും ഒപ്പം തന്നെ അതിനപ്പുറത്തേക്കുള്ള ചില വോട്ട് ബാങ്കുകളെ ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ബേസ് ഉറപ്പിക്കും. തൃശ്ശൂർ അവര് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത്തവണ ജയിക്കും എന്ന് പറയാൻ കാരണം, അനവധി വട്ടം വീടുകളിൽ പോവുകയും ആ വോട്ടുകൾ കൺഫേം ചെയ്യുകയും ചെയ്തു. RSS അങ്ങനെയാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ദില്ലിയിലും അടക്കം വോട്ടുകൾ ഉറപ്പാക്കിയത്. അനവധി വട്ടം പോവുകയും, അതായത് നിലവിലുള്ള വോട്ടർമാർ, BJPയുടെ വോട്ടർമാർ നിലവിലുള്ളവർ, അനുഭാവികൾ വോട്ടർമാരും ഈ പാർട്ടിക്കാരും ഉണ്ട്. എല്ലാവരും പാർട്ടിക്കാരല്ല. പാർട്ടിക്കാരേക്കാൾ കൂടുതൽ എപ്പോഴും അനുഭാവികളായിരിക്കും ഉള്ളത്. ഒരു പാർട്ടിക്ക് മാക്സിമം 20 ലക്ഷം പേരോ 25 ലക്ഷം പേരോ ഒക്കെ അംഗങ്ങളായിട്ടുള്ള ഈ മെമ്പർഷിപ്പ് എടുത്തവരും. പക്ഷെ അതിന്റെ ഇരട്ടിയായിരിക്കും അനുഭാവികൾ. ഈ അനുഭാവികളെ കൂടെ നിർത്താനായിട്ട് പാർട്ടിയുടെ തത്വശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ അവന്റെ വിഷയങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെയാണ് അവൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ അനുഭാവികളാണ് മൊത്തത്തിൽ തകിടം മറിക്കുന്നില്ല. അപ്പൊ ഈ അനുഭാവികൾ, അതായത് ബേസ് ആയിട്ടുള്ള വോട്ടർമാരെ ചേർത്ത് കൂടെ നിർത്തുക, തോളത്ത് കൈയിട്ട് കൂടെ നിർത്തുക, അനുഭാവികളോട് സ്നേഹത്തിൽ പെരുമാറി അവരെ അനുഭാവിച്ച് നിർത്തുക ആകുമ്പോൾ തന്നെ അവർ ബേസ് വോട്ടായി കഴിയും. അതിനപ്പുറത്തേക്ക് കടന്നു കയറുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതായാലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നേ നമ്മളത് പറഞ്ഞു, അനാലിസിസ് നമ്മൾ അന്നേ പറഞ്ഞത് പാളുവന്നു. നന്നായിട്ട് 2000 പേരെ നിർത്തി ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, ക്രിസ്ത്യൻ വിശ്വാസികളെ. അതിലാകെ ജയിച്ചത് 25 പേരാ. അത് ജയിച്ചതുമൊക്കെ ഈ ക്രിസ്ത്യൻ വോട്ട് കൊണ്ടുമല്ല. തിരുവനന്തപുരത്ത് 3 സ്ഥാനാർത്ഥികളെ നിർത്തി കോർപ്പറേഷനിൽ. നമ്മുടെ പത്മിനി തോമസ് അടക്കം 8 നില പൊട്ടി കുത്തുവാള എടുത്തു. തൃശ്ശൂർ അവർ നിർത്തി 8 നില പൊട്ടി. അപ്പം അതിലൊന്നും കാര്യം, സുരേഷ് ഗോപിയുടെ വിജയം പോലും അത് ക്രൈസ്തവ സഭയുടെ വിജയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ അവരത് അവകാശപ്പെടാത്തത്. ഞങ്ങളുടെ ഇതാണ് എല്ലാവരും ചെയ്ത് കൊടുത്തത്. കാരണം അവിടെ ഈ ബൂത്തുകൾ എണ്ണുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഇത് ഏതൊക്കെ മേഖലയിലാണ് ക്രിസ്ത്യൻസ് കൂടുതലുള്ള ബൂത്തുകളിൽ വോട്ട് കിട്ടിയോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അപ്പം അതിന് പോകാതെ പകരം പരമ്പരാഗത എങ്ങനെയാണോ ഇതുവരെ പോയിരുന്നത് ആ ഒരു പോവുകയും ഒപ്പം തന്നെ ഈ വികസിത കേരളം എന്നൊരു അജണ്ട മുൻപോട്ട് വെക്കുകയും ചെയ്താൽ BJPക്ക് കയറാൻ കഴിയും. ഇതിന്റെ ഇടയ്ക്ക് വർഗീയത വലിച്ച് ഇടാതെ, എന്നാൽ പ്രീണന നയത്തിന് പോവുകയും ചെയ്യരുത്. അതായത് ഏതെങ്കിലും ഒരു മതത്തിന്റെ 10 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിറങ്ങാൻ പോകാതെ ആ കയ്യിലുള്ള വോട്ടർമാരെ തൃപ്തിപ്പെടുത്തി മുൻപോട്ട് പോവുക. ഒപ്പം തന്നെ ഈ വികസിത അജണ്ട കൂടെ BJP മുൻപോട്ട് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ജനം മാറി ചിന്തിക്കുമെന്നുള്ള കാര്യം ഡെഫിനിറ്റ് ആണ്. BJPക്ക് എത്തുന്ന കേരളത്തിൽ നിയമസഭയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. പഴയതുപോലെ കോൺഗ്രസിനും LDFനും വോട്ട് മാറി ചെയ്യുക അസാധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. മുൻപ് അവർക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇത്തവണ ഓരോ സീറ്റും നിർണായകമാണ് ധനുഷ്. അതുകൊണ്ട് മാറി ചെയ്യാൻ കഴിയില്ല. കാരണം CPM ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരാജയപ്പെട്ടാൽ പിന്നീട് CPM ഈ ഇന്ത്യ ചരിത്രത്തിലേക്ക് അവർ തിരിച്ചു വരികയില്ല. ത്രിപുരയിൽ പോയി, വെസ്റ്റ് ബംഗാളിൽ പോയി, അവസാനം കേരളമാണ് അവശേഷിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവർ തോറ്റാൽ അവർക്ക് ഇനി ഒരു മടങ്ങി വരവില്ല. കാരണം ഇനി അടുത്ത വരുന്ന ലോക്സഭ, ഇതിപ്പോ ഞാൻ പറയുന്നത് എഴുതി വെച്ചോ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ മുന്നണിയായിരിക്കും കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ കോൺഗ്രസ് വേഴ്സസ് BJP ആയിരിക്കും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. കാരണം ജനം ചിന്തിക്കും, ഇപ്പൊ തന്നെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണല്ലോ അവർക്ക് ഒരു സീറ്റിലേ കിട്ടിയുള്ളൂ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ ചിന്തിക്കും, എന്തിനാണ് ഈ രണ്ടുപേരെയും കൂടെ ജയിപ്പിക്കുന്നത്? രണ്ടുപേരും കൂടെ എന്തിനാണ് മത്സരിക്കുന്നത്? രണ്ടുപേരും കൂടെ അവിടെ പോയ ഒന്നാണ്. അപ്പൊ ഒരാൾ ജയിച്ചാൽ പോരെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദേശീയ പാർട്ടി എന്നുള്ളത് ഇപ്പൊ തീരും. അപ്പം ഈ ഒരു രീതിയിലേക്ക് മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന ഒരു കാര്യം, ഇപ്പോൾ തന്നെ വലിയ പോളറൈസേഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി UDFന് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ്. അത് രഹസ്യമായിട്ടല്ല, വളരെ പരസ്യമായിട്ട് അവർ ചേർന്ന് നിൽക്കുന്നു. ഇതിന്റെ ഒരു ഇമ്പാക്റ്റും ഇപ്പുറത്ത് സംഭവിക്കും. മുമ്പ് ആ ഇമ്പാക്ട് ഉണ്ടായില്ലായിരുന്നു. മുമ്പ് ഈ ഹിന്ദു വോട്ടർമാരെന്ന് പറയുന്ന ആ വോട്ടുകൾക്കിടയ്ക്ക് ഒരു ഏകീകരണമൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല.
മുമ്പ് അവര് മതേതരത്വത്തിന്റെ പേര് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ചില ജില്ലകളിൽ, ചില പോക്കറ്റുകളിൽ കൃത്യമായി ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം അയ്യപ്പൻ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു വികാരത്തിലാണ് പലരും ഒന്നിക്കുന്നത്. ഇപ്പം നായരും ഈഴവരും എല്ലാവരും ഉണ്ടാകും. പക്ഷെ ഇവരെ ഒന്നിപ്പിക്കണമെങ്കിൽ ഒരു എലിമെന്റ് ഉണ്ടാകണം, ഒരു കാരണം ഉണ്ടാകണം, ഒരു നൂല് ചേർക്കാനായിട്ട്. ആ നൂലായിട്ട് നിൽക്കുന്ന അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നടന്ന വൻ കൊള്ള തന്നെയാണ്. അതിപ്പം നായർക്കും ഈഴവനും അയ്യപ്പനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് ഒരു വികാരമായി മാറുന്നിടത്താണ് കൺസോളേഷൻ വരുന്നത്. കേരളത്തിലെ പൊതുവിലുള്ള ഹിന്ദു സമൂഹത്തിന് ഇപ്പോൾ ഒരു വലിയ ഒരു റീതിങ്കിങ് ടൈം ഉണ്ട്. ഇപ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാവോ? നമ്മൾ ഇവിടെ ഒരു മൂന്നാംകട പൗരന്മാരാണ്. ഇത് ദേശീയ തലത്തിൽ ഇപ്പോൾ ഉണ്ട്. വലിയ രീതിയിൽ തന്നെ നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളെ കാണാം. ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. 44,000 കോടി രൂപയാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൊടുത്തത്. അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഹിന്ദുക്കൾക്ക് ഒരു രാമക്ഷേത്രം മാത്രം മതിയോ? ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കെല്ലാം ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ വികാരം കേരളത്തിലുമുണ്ട്. നമ്മുടെ അമ്പലം കൊള്ളയടിക്കാൻ ആർക്കും പറ്റും. നമ്മളിവിടെ മൂന്നാംകട പൗരന്മാരാണല്ലോ. ഇനിയിപ്പോ മറ്റവന്മാര് ജയിച്ചു കഴിഞ്ഞാൽ എന്താകും ഇവിടുത്തെ അവസ്ഥ എന്ന് അറിയാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരായ ശരാശരിക്കാരായ ഒരു ഹിന്ദുക്കളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എപ്പോഴും നമ്മുടെ സമൂഹത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്ന ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച, നമ്മുടെ ഇടങ്ങളിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള ആഘോഷങ്ങളിൽ വലിയ പങ്കാളിത്തം, വലിയ ജനപങ്കാളിത്തമാണ്. ആ പങ്കാളിത്തങ്ങളിൽ കൂടുതലും സ്ത്രീകളാണ്. ഇന്ന് അനവധി വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ഈ ഇത്തരം ഭക്തി ഗ്രൂപ്പുകളായി മാറുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം പുതിയ ട്രെൻഡിങ് നമ്മുടെ കേരളത്തിലൊക്കെ ഭജൻസ് ആണ്. ഈ ഭജന നമ്മുടെ നാട്ടിൽ പണ്ടും പാടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെയൊക്കെ അമ്പലങ്ങളിൽ പാടിയിട്ടുണ്ടായിരുന്നു, വീടുകളിൽ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ഭജൻസിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഭയങ്കരമാണ്. ഇന്ന് അവരെ കാണാനായിട്ട് ആയിരങ്ങൾ എത്തുന്നു, അവരെ കാണാൻ വലിയ ക്യൂ നിൽക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ മാറുന്ന കേരളത്തിന്റെ ഒരു അടയാളം തന്നെയാണിത്. മതേതരത്വം എന്ന വാക്കിന് ഇപ്പൊ വലിയ ലൈക്ക് കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ അവിടെ ഇന്നവരെ ആക്രമിച്ചു, ക്രിസ്ത്യൻസിനെ ആക്രമിച്ചു, ഇല്ലെങ്കിൽ ഇവിടെ മുസ്ലിംസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്ന് വലിയ ലൈക്കും ഷെയറും ഒന്നും അതിന് കിട്ടുന്നില്ല. അതിന് കുറെ കമ്മികൾ അവിടെ ഇവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇടുന്നതല്ല, അതിന് അപ്പുറത്തേക്കില്ല. അതായത് എല്ലാവരും എല്ലാവരുടെയും മതങ്ങളിലേക്ക് മാറുന്നു. അതിനൊരു പരിധി വരെ ഈ കേരളം ഭരിച്ച ഇടതു മുന്നണികളും വലതു മുന്നണിയും ഒരു വലിയ പരിധി വരെ ഇത് ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് കൺസോൾട്ടേഷൻ ചെയ്തു. BJP ഇത് കൺസോൾട്ടേറ്റ് ചെയ്യാൻ നടക്കുകയേ വേണ്ട, അതിന്റെ ആവശ്യമില്ല. BJP മതം പറയേണ്ട ആവശ്യമില്ല, വികസിത അജണ്ടയുമായി മുൻപോട്ട് പോവുക. പക്ഷെ ആ കൂടെയുള്ള ഹൈന്ദവ വോട്ടർമാരുടെ വികാരം മാനിക്കാൻ BJP ചെയ്യുക, അതിനായിട്ട് സമരം ചെയ്യുക അല്ല വേണ്ടത്. അവരുടെ പ്രാദേശികമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ക്ഷേത്രങ്ങളായിട്ടായാലും മറ്റുള്ളവരായിട്ടായാലും ഒക്കെ. അതിൻ്റെ ഇടയിൽ ഒരു മധ്യവർത്തിയായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിനിടയിൽ വിശ്വാസം അവരിലേക്ക് ഉണ്ടാകുകയും ഇവര് കുഴപ്പമില്ല, ഇവർ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നൊരു ചിന്ത വന്നാൽ സ്വാഭാവികമായി അതൊരു ഉറച്ച വോട്ട് ബാങ്കായി മാറും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഇടതുപക്ഷം തോക്കുകയാണെങ്കിൽ അവരുടെ ബേസ് വോട്ട് ബാങ്കായ ഈഴവ വോട്ടിന്റെ ഒരു 50%, 50 അല്ല, ഒരു 70% വരും. നേരത്തെ തന്നെ ഈ ഈഴവ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റിന്റെ ഒരു 25%, അതായത് ഈ അപ്പർ ക്ലാസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിലെ വിഭാഗം BJPയുടെ ഒപ്പം ചേർന്ന് കഴിഞ്ഞു. കോൺഗ്രസിൽ ഇനി വരാൻ ആരും ഇല്ല. അതിനകത്തുണ്ടായിരുന്ന സകലമാന നായന്മാരും ഇനി പോന്നു കഴിഞ്ഞു നേരത്തെ തന്നെ. ഇനി അവശേഷിക്കുന്ന ചെന്നിത്തലയെ പോലുള്ളവർ മാത്രമേ ഉള്ളൂ. അവർ നേതാക്കന്മാരായതുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഇനി വരുമോ ഇല്ലയോ എന്നും അറിയത്തില്ല, തോറ്റു കഴിഞ്ഞാൽ വരുമായിരിക്കും. അപ്പൊ കോൺഗ്രസിന് ഇനി വരാനില്ല. ഇനി വരാനുള്ളത് മുഴുവൻ ഹിന്ദു ഇതിൽ നിന്ന് വരാനുള്ളൂ, ഈ CPM നിന്ന് വരാനുള്ളൂ. ആ ഒരു വലിയ ഒഴുക്കായിരിക്കും വരുന്നത്. പക്ഷെ അതിനെ ഉൾക്കൊള്ളണമെങ്കിൽ ഇത് വേണം. ആദ്യം ഉള്ള വോട്ട് ബാങ്കിനെ ഉറപ്പിച്ചു നിർത്തുക, എന്നിട്ട് നോക്കി മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടിനൊക്കെ പിന്നെ പ്രീണിപ്പിക്കാൻ പോവുക. ഇത് നിർത്തുക, വികസിത അജണ്ട മുൻപോട്ട് വെക്കുക. വികസനത്തിന് വലിയ വോട്ട് കേരളം നൽകും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഏതായാലും BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടും. അടുത്ത 10 വർഷം നമ്മളും ടാർഗറ്റ് ഇടുന്നത് അത് തന്നെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സീറ്റുകൾ നേടും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രതിപക്ഷമാകും. അതിന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭരിക്കും. സുരേന്ദ്രൻ മുമ്പൊരിക്കൽ ഒരു ചാനൽ ചർച്ചയെ പറഞ്ഞിരുന്നു, 35 സീറ്റ് കിട്ടാൻ ഞങ്ങൾ ഭരിക്കുന്നു. കൃത്യമായ കണക്കാണ് അദ്ദേഹം പറഞ്ഞത്, കൃത്യമായ കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം 72 സീറ്റ് മതി കേരളം ഭരിക്കാൻ തന്നെ. 35 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ BJPക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ഒരു സീറ്റ് കിട്ടിയ മിസോറാമിൽ അവർ ഭരിച്ചിട്ടുണ്ട്, 2 സീറ്റ് കിട്ടിയ മേഘാലയയിൽ ഇവർ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഒരു മുറി അരമുറി സീറ്റ് ഉണ്ടെങ്കിൽ ഇവർ ഭരിക്കണമെന്ന് തീരുമാനിച്ചാൽ ഭരിക്കും. കാരണം ഇവർക്ക് അതിനുള്ള സാമ്പത്തികമുണ്ട്, ടെക്നിക്കുണ്ട്, ബുദ്ധിരാക്ഷസന്മാരുണ്ട്, ചാടിക്കേണ്ടവരെ ചാടിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് മറ്റൊരു പ്രവചനം കൂടെ നടത്താൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സീറ്റിന്റെ എണ്ണം BJPയുടെ 55-60 ആയി മാറും.
അത് ശരി. അത് എവിടുന്ന് വരും വരത്തില്ല എന്നുള്ളത് അപ്പൊ പറയാം. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, സീറ്റിന്റെ എണ്ണം കൂടും, 55 ആകും, അതിന് മുകളിൽ പോകാനുള്ള സാധ്യതയും ഇല്ലാതില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ് പിടിക്കുക എന്നുള്ളതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കില്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കില്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവര് കഷ്ടിമുട്ടി മുന്നണിയായിട്ട് പ്രതിപക്ഷത്ത് വരും, അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. 35 കിട്ടി ഈസി ആയിട്ട് ഭരിക്കാൻ പറ്റും. ലീഗ് ഒഴിച്ച് തന്നെ ബാക്കി എത്രയോ അവർക്ക് ചാടിക്കാൻ പറ്റും. ഈ ഇടതുപക്ഷമൊക്കെ അന്നേരമൊക്കെ ഉണ്ടാവുമോ ഇല്ലെന്നൊക്കെ അത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇടതുപക്ഷം തീർന്നാൽ അതോടുകൂടി BJP മാത്രമാകും ഇവിടെ. അതായത് BJP വേഴ്സസ് കോൺഗ്രസ് എന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില ജില്ലകൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഖാൻഗ്രസ് എന്നായി മാറും. UP-യിലൊക്കെ ഖാൻഗ്രസ് എന്നാ പറയുന്നത്, ഖാൻഗ്രസ്. അപ്പൊ ഖാൻഗ്രസ് ആയി മാറും, ഇവിടെ BJP ആയിട്ട് മാറും. ഇതാണ് കറക്റ്റ് പൊളിറ്റിക്കൽ അനാലിസിസ്. ഇതാണ് 10 വർഷം ടാർഗറ്റ് ഇട്ടാണ് മുമ്പോട്ട് പോവുക. പിന്നെ അതിന്റെ നേരിയ പ്രകാശമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് മുതൽ കണ്ടു തുടങ്ങും.